ചമ്പകപുഷ്പസുവാസിതയാമം ചന്ദ്രികയുണരും യാമം ചമ്പകപുഷ്പസുവാസിതയാമം. പ്രിയ സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, റിട്ടയർമെന്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ കോടിയെത്തുക വളരെ മുതിർന്ന ഒരു മനുഷ്യൻ്റെ ഭാവഹാദികളും മറ്റുമായ ഒരു ചിത്രമാണ്. പക്ഷെ ഇവിടെ നമുക്ക് തെറ്റുപറ്റി. ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കോടെ മുതിർന്ന ആളുകളുടെ നിരയിലേക്ക് ഓടിക്കയറിയിരിക്കുകയാണ് നമ്മുടെ സുഹൃത്ത് പ്രീ അബ്രഹാം ജേക്കബ്. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായി, അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയ നിങ്ങളേവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ടു. ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് എറണാകുളം ട്രെയിൻ മാനേജേഴ്സ് വെൽഫെയർ ഫോറത്തിന്റെ ചെയർമാൻ ശ്രീ AV പ്രകാശാണ്. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥി എറണാകുളം സ്റ്റേഷൻ മാനേജർ ശ്രീ വർഗീസ് സ്റ്റീഫൻ സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ ഗസ്റ്റ് ഓഫ് ഓണറും ജനമനസ്സുകളുടെ പ്രിയ കലാകാരനുമായ ശ്രീ ജെയിംസ് ഏരിയ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിരമിച്ച നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ പ്രതിനിധി ശ്രീ ജേക്കബ് പുന്നത്ത് സാറിനെ അടുത്തതായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമൃദ്ധിയുള്ളവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് സോക്രട്ടീസാണ്. സമൃദ്ധി കൊണ്ട് ആ ഭാഗ്യവാന്മാരുടെ നിരയിലേക്ക് എത്തിയ നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ അബ്രഹാം ജേക്കബിനെയും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ജീനയെയും വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ യോഗം നമുക്കൊരു പ്രാർത്ഥനാ കാലത്തോടെ തുടങ്ങാം. ഈശ്വരാ കൈകൂപ്പി നിൽക്കുന്നു നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണമായുള്ള തമ്പുരാനേ. ഈശ്വരാ കൈകൂപ്പി നിൽക്കുന്നു നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണമായുള്ള തമ്പുരാനേ. സർവചരാചര ലോകേകപാലക നിൻ കരുണാദ്രമ സ്നേഹമല്ലോ ഉള്ളിൽ നിറയും പകരും ഗുരുവിനെ ഉമ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും എത്തിച്ചേർന്ന നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നതിനായി അവർ വൈബ്രന്റ് യങ് ലേഡി പ്രിയമോളെ ക്ഷണിക്കുന്നു.
ഗുഡ് മോർണിംഗ് ഓൾ. 6 വർഷത്തെ എൻ്റെ സർവീസിനിടെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഫസ്റ്റ് റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണിത്. അതിൽ കാലം തെറ്റി വന്ന നമ്മുടെ എബ്രഹാം ജേക്കബ് സാറിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനായി. എന്താ പറയുക, കഴിഞ്ഞ ദിവസം എബ്രഹാം ജേക്കബ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റിയ ശനിയാഴ്ച അങ്ങനെ എത്തിയേക്കണം, വന്നിട്ട് പറയാനുള്ള കുറ്റങ്ങളെല്ലാം പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്തു, എന്താ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ പറ്റി നല്ലത് പറയണ എൻ്റെ അറിവിൽ 2 സന്ദർഭമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ, വേറെ ഒന്ന് മരിച്ചു കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ കേൾക്കാൻ പറ്റുന്നത് ഈ ഒരവസരത്തിൽ മാത്രമാണ്. അപ്പോൾ ആ ടൈമിൽ ഒരാൾ പറയണോ വന്നിട്ട് നെഗറ്റീവ് പറയണം എന്നുള്ളത്. എന്തായാലും കുറ്റമൊന്നും പറയാനില്ല. എന്താണ് 4 വർഷത്തെ സർവീസിൽ സാറായിട്ട് ഒരുമിച്ച് കുറേ എന്താ പറയുക ഒരുമിച്ച് പ്രവർത്തിക്കാനായി കുറേ കാര്യങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കൃഷ്ണകുമാർ സാറിൻ്റെ ഫണ്ട് കളക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്നെ ഗൈഡ് ചെയ്തത് കംപ്ലീറ്റ് എബ്രഹാം ജേക്കബ് സാറും അജയ് സാറും ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് വലിയ വൃത്തിയേടാവുന്ന നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സാർ. പിന്നെ അങ്ങനെ ഒരു പരിഭവം ഉള്ളത് ഈ ഒരു ഇതിലാണ്, ഇന്നത്തെ ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഇച്ചിരി നേരത്തെ ആയി പോയി എന്നുള്ളൊരു വിഷമവും ദേഷ്യവും ഉണ്ട്. എന്നുവെച്ചാൽ ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളെ പോലുള്ള സീനിയേഴ്സ് വേണമായിരുന്നു, ഞങ്ങളെ പോലുള്ള ജൂനിയേഴ്സിനെ ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങളെ പോലുള്ള സീനിയേഴ്സ് കുറച്ചാളും കൂടി ഇവിടെ വേണമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെന്താന്ന് വെച്ചാൽ വേറെന്താന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാനായിട്ട് കുറേ കഷ്മലന്മാർ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആ ഒരു ഇതുണ്ട്. പിന്നെന്താ ഇന്നത്തെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ സ്വന്തം ട്രെയിൻ മാനേജേഴ്സ് വെൽഫെയർ ഫോറത്തിൻ്റെ ചെയർമാൻ ശ്രീ AV പ്രകാശ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ സൗത്ത് സ്റ്റേഷൻ്റെ സാരഥി സ്റ്റേഷൻ മാനേജറായ നമ്മുടെ വർഗീസ് സ്റ്റീഫൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്തു. നെക്സ്റ്റ് ഈ പരിപാടിയുടെ ഗസ്റ്റ് ഓഫ് ഓണറായ ശ്രീ ജെയിംസ് ഏലിയ സാറിനെ ഈ പരിപാടിയിലേക്ക് ആദരവപൂർവ്വം സ്വാഗതം ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ റിട്ടയർഡ് ട്രെയിൻ മാനേജേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മുടെ ജേക്കബ് പുന്നത്ര സാറുണ്ട്, സാറിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. നെക്സ്റ്റ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ ശ്രീ എബ്രഹാം ജേക്കബ് സാറും കുടുംബമാണ്. അതിൽ സാറിൻ്റെ ഫാദർ ജേക്കബ് സാർ എന്നിവിടെ പ്രസൻ്റ് ആണ്. മദർ ലീലാമ ജേക്കബ്, വൈഫ് ജീന മാം, മക്കളായ ഏമി എബ്രഹാം, എലീന എബ്രഹാം, ബ്രദർ കോര ജേക്കബ്, വൈഫ് MP ജോസഫ്. ഇത്രയും പേര് ഇവിടെ പ്രസന്റ് ആണ്. സോ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. നന്ദി റിയ. മുഖത്ത് മാത്രമല്ല ഹൃദയത്തിലും കനിവ് നിറച്ച നമ്മുടെ TMR സൂപ്പർവൈസർ ശ്രീ AV പ്രകാശ്, ട്രെയിൻ മാനേജേഴ്സ് വെൽഫെയർ ഫോറത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്റ്റേഷൻ മാനേജർ വർഗീസ, ഇന്നത്തെ വിശിഷ്ടാതിഥി ജെയിംസ് ഏലിയ, നമ്മളെ വഴി നടത്തിയ റിട്ടയർഡ് TMR ജേക്കബ് ജെ പുന്നത്ര സാർ, ഇന്നത്തെ താരം എബ്രഹാം ജേക്കബ്, ഭാര്യ ജീന, അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, മക്കൾ, മറ്റ് എൻ്റെ സഹപ്രവർത്തകരെ, വലിയൊരു സന്തോഷത്തോടെയും സങ്കടത്തോടും കൂടിയാണ് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവർക്കും സഹപ്രവർത്തകൻ എന്നതിലുപരി മറ്റ് പല രീതിയിലും അടുത്തു നിന്ന ഒരു വ്യക്തിയായിരുന്നു എബ്രഹാം ജേക്കബ്. എബ്രഹാം ജേക്കബ് സർവീസിൽ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ, ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി സർവീസിലിരിക്കെ നമ്മോടൊപ്പം ഉണ്ടാകുന്നതും അല്ലാത്തപ്പോഴും ഉണ്ടാകുന്നതും തമ്മിലൊരു ചെറിയൊരു
വ്യത്യാസമുണ്ട്. ചെറുതല്ല, വലുതായ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാം ജേക്കബ് VRS എഴുതി എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാനത് 2 മാസത്തോളം എൻ്റെ പോക്കറ്റിലിട്ട് നടന്നു. അത് SMRന് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അല്പമല്ല വലിയ രീതിയിൽ ഒരു വൈമുഖ്യം എനിക്കുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അബ്രഹാം ജേക്കബ് ഒന്നുകൂടി പറഞ്ഞു. അതിനുശേഷം ഞാനും എൻ്റെ ഭാര്യയും അബ്രഹാമിൻ്റെ വീട്ടിൽ പോയി എല്ലാവരോടും സംസാരിച്ചു. അപ്പോൾ മനസ്സിലായി അബ്രഹാം ഇതിൽ നിന്ന് പിന്മാറുന്ന മട്ടില്ല. അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് ഈ കാര്യം SMRന് അറിയിക്കുന്നത്. എങ്കിലും ഇത്ര പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്രഹാമിൻ്റെ അടുത്ത്, സിനഡിയോം എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ 1 വർഷം കൂടി കഴിഞ്ഞിട്ട് കൺസിഡർ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ പറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, പ്രേക്ഷേട്ട ഒരിക്കലും എന്നോടൊരു ദ്രോഹം ചെയ്യരുത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മസംതൃപ്തിയാണ് എല്ലാറ്റിലും ഉപരി. അദ്ദേഹത്തിന് സമാനമായൊരു മനസ്സും കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. മറ്റു ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് VRS ഞാനും എടുക്കാതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അബ്രഹാം പൂർണ്ണമായിട്ടും അച്ഛനമ്മയുടെ കൂടെ ഒപ്പം ഇനിയുള്ള കാലം ഇപ്പോഴും ഒപ്പം തന്നെയാണ്. എങ്കിലും ഈ ജോലിയുടെ കാലത്തുള്ള ആ ഒരു തടസ്സം പോലും ഇല്ലാതെ കണ്ട് ഒന്നിച്ച് നിൽക്കുക എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അബ്രഹാം ഇത് മുതിരുന്നത് എന്ന് എൻ്റെ ബോധ്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടുണ്ടാകുന്ന വലിയൊരു നേട്ടം, വലിയൊരു മെച്ചം, വലിയൊരു സൗഭാഗ്യം അത് അച്ഛനും അമ്മക്കും ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. എന്തു തന്നെയായാലും ഈ കാലയളവിൽ അദ്ദേഹം റെയിൽവേക്ക് വേണ്ടി ചെയ്ത സേവനം അത് റെയിൽവേയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. റെയിൽവേയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ഭാഗത്ത് മാത്രമല്ല, റെയിൽവേ തൊഴിലാളികൾ ഒപ്പം നിന്ന എല്ലാവരിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് അബ്രഹാം നമ്മളിൽ നിന്ന് ഇപ്പോൾ ഈ റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ ദുഃഖം അത് തന്നെയാണ്. പല കാര്യങ്ങൾക്കും നമുക്ക് എന്തൊരു ആവശ്യമുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പം വൈഫ് പറയും അബ്രഹാം സാറിനെ വിളിക്കും. സത്യമാണ്, പലപ്പോഴും പല കാര്യങ്ങൾക്കും ആദ്യം വിളിക്കുന്നത് അബ്രഹാമിനെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേര് നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം നമുക്ക് മനസ്സിലാക്കപ്പെട്ട ഒരു വ്യക്തി ആണ് അബ്രഹാം. എന്തു തന്നെയായാലും ശിഷ്ടജീവിതം നമ്മോടൊപ്പം, അച്ഛനും അമ്മയോടൊപ്പം ഇതുപോലെ ഇതേ വേവ് ലെങ്ത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഔപചാരികമായി ഞാൻ നേരുകയാണ്. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ നിർത്തുന്നു. നന്ദി. നേരത്തെ റിയ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജംഗ്ഷന്റെ സാരഥി, അത് എല്ലാ അർത്ഥത്തിലും ഒരു നായകൻ എന്ന് തന്നെ പറയാം നമ്മുടെ സ്റ്റേഷൻ മാനേജറെ സംബന്ധിച്ചിടത്തോളം. മുഖ്യ പ്രഭാഷണത്തിനായി ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യാതിഥി ശ്രീ എ വി പ്രകാശ്, റിട്ടയർഡ് ഗാർഡ്സിനെ പ്രതിനിധീകരിച്ച് തന്നിരിക്കുന്ന ജേക്കബ് കണ്ടത്തറ സാർ, ഈ യോഗത്തിൻ്റെ തന്നെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന സീനിയർ ആർട്ടിസ്റ്റ് ശ്രീ ജെയിംസ്, പിന്നെ ഇന്നത്തെ നമ്മുടെ സ്റ്റാർ എബ്രഹാം ജേക്കബ്, പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ പുതിയ മുഖങ്ങളുമേ പഴയ മുഖങ്ങളുമേ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരല്പം സംസാരിക്കുന്നത് നീണ്ടുപോയാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കാരണം എനിക്ക് എബ്രഹാം ജേക്കബ്
ഇന്ന് നിങ്ങളെല്ലാവരും വിളിക്കുന്ന എബ്രഹാം ജേക്കബ് എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ സൺഡേ സ്കൂൾ മുതലേ ഞങ്ങളുടെ ഒരു റോൾ മോഡലാണ്. ആ റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വസ്ത്രധാരണത്തിലൂടെയും നല്ല പെരുമാറ്റത്തിലൂടെയും എല്ലാവരോടും ഇടപെടുന്ന രീതിയിലും ആണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എബ്രഹാം ജേക്കബ് സാറിൻ്റെ പിതാവ് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പകാലങ്ങളിൽ വരികയും എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ വരികയും എൻ്റെ അമ്മയുടെ ഒരു ആരാധന പുരുഷനാണ്. വന്ന് പ്രാർത്ഥനകളും എല്ലാമായിട്ട് എൻ്റെ അമ്മ അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനുശേഷം റെയിൽവേയിൽ എനിക്കിങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് വന്നപ്പോൾ ഞാൻ ആരെ കണ്ട് റെയിൽവേയെക്കുറിച്ച് ചോദിക്കുമെന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ ആദ്യം വന്ന മുഖവും ഞങ്ങൾ വിളിച്ചിരുന്നത് ടീച്ചറായിട്ടെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ടീച്ചറിൻ്റെ തന്നെയാണ്. ഞാൻ പോയി കണ്ടു. ഉപദേശങ്ങളൊക്കെ നല്ല രീതിയിലുള്ള കുറച്ച് ഉപദേശങ്ങൾ തന്നു. അതിപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിവിടെ പറയുന്നില്ല, ഇത് ഞങ്ങൾ തമ്മിൽ പറയാനുള്ളതാണ്. പക്ഷേ ഇനി കാര്യത്തിലേക്ക് വരാം. ഇത് ഒരു പക്ഷേ റിയാമോൾ ഇവിടെ പറഞ്ഞത് റിയാമോളിൻ്റെ 6 മാസത്തിലെ ആദ്യത്തെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഞാനിവിടുത്തെ പങ്കെടുക്കുന്ന ഒരുപാട് റിട്ടയർമെൻറ്റുകളിൽ ഒന്നിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു മനുഷ്യൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ്. അത് എൻ്റെ അടുത്തും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്ന് VRS എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു സെക്കൻഡ് സംശയിച്ചു. ഞാൻ ആദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു എനിക്ക് വേണം. പിന്നെ കൂടുതൽ ഞാൻ അങ്ങനെ ആഴത്തിലേക്ക് പോയില്ല. അതിനുശേഷം ഒരു ദിവസം ആദ്യം വന്ന് സംസാരിച്ചു. പിന്നെ വന്ന് ആപ്ലിക്കേഷൻ തരാമെന്ന് പറഞ്ഞു. ഒരു ദിവസം വന്ന് ആപ്ലിക്കേഷൻ തന്നു. പിന്നെ അതിനെ റിവ്യൂ ചെയ്ത് ഒന്നുകൂടി ഒരു ആപ്ലിക്കേഷൻ കൂടെ തന്നു. അതാണ് ഇപ്പോൾ മുമ്പോട്ട് പോയി ഇപ്പം സാങ്ഷനായിട്ട് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഈ റിട്ടയർമെൻറ്റിൻ്റെ VR വന്നതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടെ കണ്ടപ്പോൾ എബ്രഹാം ജേക്കബ് വളരെ സന്തോഷത്തിലാണ്. ഭയങ്കര സന്തോഷം, ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ക്ഷയിക്കാൻ തന്നിട്ട് താങ്ക് യു, നിങ്ങളും കൂടെ പുഷ് ചെയ്തുകൊണ്ടാണ് കിട്ടിയത്. പറഞ്ഞ് ഞാൻ വലിയ കാര്യമായിട്ട് പുഷ് ചെയ്തില്ല എന്നുള്ളത് ഇപ്പോൾ പറയാം. നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ. കാരണം ഞാൻ പറയുവാണെങ്കിൽ ഇവിടെയുള്ള ഒരുപക്ഷെ എറണാകുളം TMR മാത്രമല്ല തിരുവനന്തപുരം ഡിവിഷനിൽ ശരിക്കും അത് ട്രെയിൻ മാനേജേഴ്സിന് തന്നെയെന്നല്ല എല്ലാ റെയിൽവേ സ്റ്റാഫിനും ഒരു റോൾ മോഡലാക്കാൻ പറ്റിയ എങ്ങനെ ഡ്യൂട്ടിക്ക് വരണം, എപ്പോൾ വരണം, എങ്ങനെ ഡ്യൂട്ടിയിൽ നമ്മൾ ഉത്തരവാദിത്തോടുകൂടി ആയിരിക്കണം, നമ്മളുടെ ഡ്യൂട്ടി എങ്ങനെയൊക്കെ ആയിരിക്കണം, ആ ഡ്യൂട്ടി കഴിയുമ്പോഴും നമ്മളിങ്ങനെ ആയിരിക്കണം എന്നതിനെല്ലാം ഒന്ന് നോക്കി പഠിച്ചാൽ മതി, ഒന്ന് നോക്കിയിരുന്നാൽ മതി. ബാക്കി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ TMRമാരുടെ SMR ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പുണ്ട്. എല്ലാവരെയും ഞാൻ നല്ലപോലെ ശല്യപ്പെടുത്താറുണ്ട്. എനിക്കറിയാം, മെസ്സേജ് ഇട്ട് ഞാനങ്ങ് എല്ലാവരെയും തിരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചത് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ്. ഇവരിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കുറവൊന്നും. എൻ്റെ ആരും മോശമൊന്നുമല്ല പറയുന്നത്. പുതിയ തലമുറ പഴയ തലമുറ എന്നൊന്നും ഞാൻ വേർതിരിച്ച് പറയുന്നതുമില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുക്കാനുണ്ട്, അത് എടുക്കേണ്ടി വരും. റെയിൽവേയുടെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് എടുക്കേണ്ടി വരിക തന്നെ ചെയ്യും. അതങ്ങനെയാണ്. അതിൻ്റെ ആദ്യം ഞങ്ങളുടെ തലയിലേക്ക് പ്രഷർ വരുന്നതുകൊണ്ടാണ് അത് ഞങ്ങൾ താഴേക്കും തരുന്നത്. അതിനകത്ത് ബുദ്ധിമുട്ട് വിചാരിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ വീണ്ടും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങൾ അവസാനത്തെ ദിവസം കണ്ടു. അവസാന വണ്ടി യാത്ര പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ഒന്നോട് ചോദിച്ചു വേണോ, ഒന്നോട് ചോദിച്ചു പറഞ്ഞ്. അപ്പം അതിന് മുമ്പ് പറഞ്ഞ റീസണിനൊക്കെ ഒരു റീസൺ ഇതാണ്. സാറേ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 9 മണിക്ക് എത്താമെന്ന് പറഞ്ഞ് 10 മണിക്ക് എത്തിയാലും എൻ്റെ അപ്പനും അമ്മയും ഗേറ്റിൻ്റെ മുമ്പിൽ എന്നെ കാത്ത് നിൽക്കും. എനിക്കതിന് പറ്റില്ല. ആ ഒരു റീസണാണ് ഏറ്റവും വലിയ റീസൺ. എൻ്റെ അടുത്ത് വേറെ പല ആൾക്കാരും വന്ന് വേറെ പലതും പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ല എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ
ഇങ്ങനെയൊരു റീസൺ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര പേർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി? ഈ മുമ്പിലിരിക്കുന്ന സ്റ്റേജിന് മുമ്പിലിരിക്കുന്ന ഇബ്രാഹിം ജേക്കബിൻ്റെ അച്ഛനും അമ്മയും എത്ര ഭാഗ്യം ചെയ്തവരാണ് എങ്ങനെയും അങ്ങനത്തെ അവരുടെ ഒരു സമയം, അദ്ദേഹത്തിൻ്റെ ഒരു സമയം ചെലവഴിക്കാൻ ഇനിയുള്ള അവരുടെ സമയത്തേക്ക്. എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് കൃത്യമായിട്ടും പറയാം. ഞാൻ ഒരു ദിവസം മുമ്പ് റിട്ടയർ ആയാൽ അവരുടെ ഒരു ദിവസം, ഒരു ദിവസം കൂടെ മുമ്പോട്ട് പോകും. നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മൾ എത്ര പേരങ്ങനെ ചിന്തിക്കുന്നുണ്ട്? എത്ര പേർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും? അപ്പോൾ ഞാൻ തിരിച്ചും ഭാഗ്യമാണ്. അദ്ദേഹത്തിനും ഈ പ്രായത്തിൽ റിട്ടയർ ചെയ്യാൻ പറ്റുകയും സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും കുട്ടികളുടെയും കൂടെ ചെലവഴിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഇത്രയും ഭാഗ്യം ചെയ്തൊരു മനുഷ്യനുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞൊരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിലും എൻ്റെ ജീവിതാനുഭവം വെച്ചും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഏറ്റവും വിലപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഒരാളുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം. നമ്മൾ വിചാരിക്കും അത് വേറെ എന്താ പറയുന്നത്, ഇറ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ആക്ച്വലി നമ്മളിപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന സമയം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എനിക്ക് വിലപ്പെട്ടതെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ എപ്പോഴാണ് നിങ്ങളെ കാണുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കിട്ടുന്ന സമയം, അല്ലെങ്കിൽ പരസ്പരം ചെലവഴിക്കാൻ കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം. ഏറ്റവും വിലപ്പെട്ടത് അത് തന്നെയാണെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പല കാര്യങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു പക്ഷെ അദ്ദേഹം കുറച്ചുകൂടെ മുമ്പ് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കുകയും വേറെ ഒന്നിനെയും കണക്കാക്കാതെ ഈ സമയം സ്വന്തം ആൾക്കാരുടെ കൂടെ ചെലവഴിക്കാൻ കിട്ടുന്ന സമയം അദ്ദേഹം ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതിലൊരു സന്തോഷം എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഇനിയും പറഞ്ഞു തീർത്തിട്ടില്ല. ഒരു കാര്യം കൂടെ, ഇന്ന് റിട്ടയർമെന്റ് ആണെന്നേ ഉള്ളൂ. ഇനി വലിയൊരു റീ എൻഗേജ്മെന്റ് വന്ന് ഒന്നുകൂടെ ചിന്തിക്കണമെങ്കിൽ ഒന്ന് തിരിച്ചു വരാം കേട്ടോ. ഞങ്ങൾ രണ്ട് കാര്യം നീട്ടി ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ വീണ്ടും ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല. സന്തോഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഇനിയും ഒരുപാട് സമയം സന്തോഷത്തോടെ ഒരുമിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഗാഡ്സ് ഫോറം നടത്തുന്ന പ്രോഗ്രാം വളരെ ഓർഗനൈസ്ഡ് ആണ്. വിളിക്കുമ്പോൾ തന്നെ അതിലേക്ക് വരാൻ നമുക്കൊരു മനസ്സ് തോന്നും. നമ്മൾ പ്രത്യേകിച്ച് നോക്കണ്ട, അവിടെ വന്നിരുന്നാൽ മതി, കൃത്യം കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ അതിൻ്റെ സാരഥികൾക്കും ഞാൻ വളരെ ഒരു കയ്യടി ഈ സമയത്ത് പറയുന്നു. നന്ദി. ഈ സംഘടനത്തിൽ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ചെറിയൊരു വിരോധമുള്ളൂ. അത് ഈ ടേബിൾ പിടിച്ചിട്ടതിലാണ് എനിക്കൊരു വിരോധമുള്ളത്. സാധാരണ ഈ ടേബിൾ സ്റ്റേജിന്റെ മേളിലേക്കാണ് വെക്കാറ്. അപ്പം ഞങ്ങളുടെ വയറുകളൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ആരും കാണാറില്ല. ഇതിപ്പോ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ശ്വാസം പിടിച്ചിരിക്കുന്നതിന് ക്ഷമിക്കുക. താങ്ക് യു. പ്രിയ സ്റ്റേഷൻ മാനേജർ, അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം എൻ്റെ പ്രസംഗം അല്പം നീണ്ടുപോകുന്നതായിരുന്നു. പക്ഷെ വളരെ സമഗ്രവും കൃത്യവുമായ വിവരണത്തിലൂടെ കാരണസഹിതം അദ്ദേഹത്തിൻ്റെ നമ്മുടെ എബ്രഹാം ജേക്കബിൻ്റെ റിട്ടയർമെൻറ്റിനെ പറ്റി വിവരിച്ചപ്പോൾ ഇനിയും നീണ്ടുപോയാലും കുഴപ്പമില്ല എന്ന് നമുക്കെല്ലാം തോന്നി. ഏതായാലും അദ്ദേഹം എബ്രഹാം ജേക്കബിന് താല്പര്യമില്ലാത്തതാണെങ്കിലും ഒരു ഓഫർ കൂടി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. നന്ദി സർ. അദ്ദേഹം സ്റ്റേഷൻ മാനേജർ പറഞ്ഞ ഒരു പ്രധാന കാര്യം നാം ഓർക്കേണ്ടത്, നമുക്കൊക്കെ മാതൃകയാവേണ്ട ഒന്നാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള, നമ്മെ പാലൂട്ടി വളർത്തിയ അമ്മയെയും നമ്മെ വഴി നടത്തിയ അച്ഛനെയും കുറിച്ചുള്ള ഓർമ്മയും കരുതലും. അതിനൊരു മാതൃകയാണ് എബ്രഹാം ജേക്കബ് എന്നറിയുന്നതിൽ എനിക്കും നമുക്കെല്ലാവർക്കും പ്രത്യേകം സന്തോഷവും കൃതാർത്ഥതയും. ഈ അവസരത്തിൽ പ്രിയ മാതാവിനെ ആദരിക്കാൻ നാം തയ്യാറെടുത്തിട്ടുണ്ട്. അതിനായി ശ്രീമതി വീണ പ്രകാശിനെ ക്ഷണിക്കുന്നു.
പ്രിയ പിതാവിനെ ആദരിക്കാൻ അണിയറയിലെ രണ്ടുപേരെയും സൃഷ്ടിച്ചെടുക്കാനാകും. പക്ഷേ ജീവനിൽ ഒളിപ്പിച്ച ജന്മസിദ്ധിയുള്ളവർക്ക് കലയുടെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലകളിലേക്ക്, അതിൻ്റെ ഉയരങ്ങളിലേക്ക് എത്താനാകും. അഭിനയ തികവിൻ്റെ മൂർത്തി രൂപങ്ങളായ സിനിമയും അതിനേക്കാൾ പ്രധാനമായ നാടകവും നമുക്കറിയാം. ശ്രീ ജെയിംസ് ഏരിയ അദ്ദേഹം നടത്തുന്ന സ്വദേശത്തും വിദേശത്തുമായി അദ്ദേഹത്തിൻ്റെ പര്യടനങ്ങളിലൂടെ കണ്ണോടിച്ചാൽ എത്രയോ ഉയരങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കലയുടെ സിദ്ധിയുടെ ലോകം എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരു അതിഥിയായി നമുക്ക് ലഭിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. സർ. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് എബ്രാം നന്ദി. എന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഞാനൊരു വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞതിന് പ്രത്യേകിച്ച് നന്ദി. സത്യത്തിൽ ഞാൻ ഇത്തരം പരിപാടികൾക്കൊന്നും പോകാറില്ല. ഞാനൊരു സിനിമ നടനോ ഒരു കലാകാരനോ ആയിട്ടല്ല ഈ ഫംഗ്ഷന് വന്നിരിക്കുന്നത്. 10 കൊല്ലമായിട്ട് ഞാൻ ഈ എബ്രാം എന്ന് പറയുന്ന ഞാൻ ടിജി എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ വാക്കിൽ നിന്ന് ടിജി ആയിരിക്കും, ചിലപ്പോൾ വരും. എബ്രാമിൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്താണ്. അത് ഒരു മതിലിൻ്റെ അപ്പുറത്തുപ്പുറത്താണ് ഞങ്ങൾ. അപ്പോൾ ഒരു അയൽപ്പക്കക്കാരനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അയൽപ്പക്കക്കാരൻ്റെ പരദൂഷണങ്ങളും എനിക്ക് എബ്രാമിനെ കുറിച്ച് പറയാനുണ്ടാവും. അല്ലാതെ ഒരു സിനിമ നടൻ്റെ വാക്കുകളായിട്ട് നിങ്ങളതിനെ കാണുന്നത് വേണ്ട. സത്യത്തിൽ എന്നെ പറ്റിച്ചതാണ്. ഇങ്ങനത്തെ പരിപാടികൾക്ക് പോകാറില്ല. സോഷ്യൽ മീഡിയകളിൽ അങ്ങനെ ലൈവ് ആവാറില്ല. അപ്പോൾ ഒരു 2-4 കൊല്ലം മുമ്പ് എബ്രാം എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ VRS എടുക്കാൻ പോകുന്നുണ്ട്, എടുക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം. കാരണം എന്നെപ്പോലെ ഒരാൾ കൂടി പണിയില്ലാണ്ടാവണത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. ഒരയൽപ്പക്കാരനും മറ്റൊരയൽപ്പക്കാരനും പണിയില്ലാണ്ട് കൂട്ടായിക്കോട്ടെ. ശരി, നല്ല കാര്യം ചെയ്യോ, അത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അപ്പോൾ പിന്നീട് പല ഘട്ടങ്ങൾ വളരെ അപൂർവമാണ് ഞാൻ അബ്രാമിനെ കാണാറുള്ളൂ. വരുന്നു, വളരെ ഒരു കത്തിയേറിൽ പോകുന്ന കത്തി പോലെയാണ് അബ്രാം വീട്ടിൽ ഇങ്ങനെ പാഞ്ഞ് നടക്കുക. വരുന്നു, അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അറിയാം വീണ്ടും റെയിൽവേയിൽ നിന്ന് വെളി വന്നു, പണിക്ക് പോയി എന്ന് പറഞ്ഞേക്കാം. എബ്രാമിനേക്കാളും എൻ്റെ യഥാർത്ഥ സുഹൃത്ത് എബ്രാമിൻ്റെ ഫാദർ മിസ്റ്റർ ജേക്കബാണ്. പിന്നെ എബ്രാമിൻ്റെ അമ്മ ലീലാമ്മയാണ് എൻ്റെ അടുത്ത 2 സുഹൃത്തുക്കൾ. വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള 2 യുവാക്കളാണ് അവർ രണ്ടുപേരും എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അവരുടെ ഒപ്പം നിന്നൊക്കെ എപ്പോഴും ഊർജ്ജസ്വലത കൊണ്ട് എബ്രാമിനെ പറ്റിയിട്ടില്ല. അങ്ങനെ എബ്രാമിനെ കാണുന്ന സമയത്തോടെ എബ്രാം ഇതിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഒരു ദിവസം എബ്രാം പറഞ്ഞു, എനിക്ക് ഈ പരിപാടിക്ക് ഞാനത് കൊടുത്തു, ഇത് കിട്ടുമെന്ന് അറിയില്ല, അങ്ങനെ കൊടുക്കില്ല റെയിൽവേ എന്ന് പറഞ്ഞ്. അപ്പോൾ വളരെ ഭക്തരായിട്ടുള്ളൊരു കുടുംബമാണ് എബ്രാമിൻ്റെ ഫാദർ ജേക്കബ്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി കൂടി വന്നു തുടങ്ങി. അപേക്ഷ കൊടുത്തതിന് ശേഷം പുറത്തേക്കൊക്കെ കേട്ടു തുടങ്ങി. കർത്താവിന് ഒരു ഇരിക്കപ്പുറത്തില്ലാത്ത പോലെയാണ്. അപ്പം ഞാൻ കാര്യം രക്ഷിതത് കിട്ടില്ല. അങ്ങനെ കിട്ടിയ ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ വെച്ചു അതിനപ്പോൾ റെയിൽവേക്ക് അത്ര അത്യാവശ്യമാണ് എബ്രാമിനെ. അതുകൊണ്ടല്ല, അവിടെ ഇരിക്കുന്ന മേലുദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളോട് കുറച്ച് അസൂയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അവർ തരില്ല, ആർക്കും നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്താണ്. ഞാൻ പറഞ്ഞു, കർത്താവിന് അങ്ങനെ തന്നെ വേണം. ഒരുത്തനെ ഒരു 10-23 വയസ്സ് സമയത്ത് ഒരു ജോലി കൊടുത്ത്, ഒരു കുടുംബം കൊടുത്ത് രക്ഷപ്പെട്ട് കർത്താവിനെ ഇപ്പം ശല്യം ചെയ്യണം. അങ്ങനെ എങ്ങനെയോ കർത്താവിൻ്റെ പിടിപ്പ് കൊണ്ടോ എന്തോ എബ്രാമിന് ആ VRS കിട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, പരിപാടി ഉണ്ട്, ഇതൊരു ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ നടത്തും, അപ്പോൾ അതിന് വരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരാം, നല്ല കാര്യമാണ്, ഒരു അയൽപ്പക്കാരന് പണിയില്ലാണ്ടാവുന്ന കാര്യത്തിൽ വന്നു ചെയ്തു. അപ്പം ഞാൻ സമ്മതിച്ചു, വാക്ക് കൊടുത്തു. ആ കാര്യം ഞാൻ സത്യമാണ് പറയണേ. ഞാൻ വാക്ക് കൊടുത്തു, എബ്രാം ശരി ഞാൻ വരാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എബ്രാം എന്നോട് പറഞ്ഞു, ജെയിംസ് ചേട്ടാ ഒരു ഫോട്ടോ വേണം. അപ്പോൾ ഫോട്ടോ അല്ല, ഫ്ലെക്സ് അടിക്കണ്ടേ? എങ്ങനെയാണ് ഫ്ലെക്സ്? ജെയിംസ് ചേട്ടനല്ലേ മുഖ്യ അതിഥിയായിട്ട് വരാൻ പോകുന്നു. എവിടെ ആ ഫംഗ്ഷന്? അല്ല എബ്രാം, ഞാനിങ്ങനെ പോകാറില്ല. അങ്ങനെ പറ്റില്ല. ഞാനത് അവരോട് എൻ്റെ സുഹൃത്തുക്കളോട് കൂടെ പറഞ്ഞു,
സിനിമ നടൻ വരുന്നുണ്ട്. സിനിമ നടൻ ഇതുവരെ ഡോക്ടർ ട്രീറ്റ്മെന്റ് കൂടി സിനിമ നടന്മാരും വന്നിട്ടില്ല. ഇത് നമുക്ക് കലക്കണം എന്ന്. ഒരു ഞാനിങ്ങനെ മടിച്ചില്ല. അപ്പോൾ ഒരു പ്രലോഭനം എന്നോട് അബ്രഹാം മുന്നിലേക്ക് വെച്ചു. അതേ വെറുതെ അല്ല, റെയിൽവേയില് അത് എറണാകുളം സൗത്തിലാണ് ഫ്ലക്സ് വയ്ക്കാൻ പോകണം. ഒരു 50,000 ആൾക്കാർ രാവിലെ 8 മണിക്ക് ട്രെയിൻ കയറാൻ അങ്ങോട്ട് പോകും, ജെയിംസ് ചേട്ടനെ കാണും. ഒരു 50,000 ആൾക്കാർ ഉച്ചതിരിഞ്ഞ് ഇങ്ങോട്ട് പോകും, വീണ്ടും ജെയിംസ് ചേട്ടനെ കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു തരക്കല്ലോ, പെട്ടെന്ന് പോപ്പുലറാവുന്നൊരു പരിപാടിയാണ്. നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ട് പോലും ഇത്രയധികം പോപ്പുലാരിറ്റി ഇല്ല. ഞാൻ ഈ പൂമ്പാറ്റയിലും ബാലരംഗയിലൊക്കെ കാണുന്ന കാണുന്ന പോലെ ഇങ്ങനെ തിരക്കല്ല, ശരി എന്നത്. അപ്പോൾ ഫ്ലെക്സ് വയ്ക്കാം, ശരി ഫ്ലെക്സ്. ഞാൻ പിന്നെ റെയിൽവേയിലൊക്കെ യാത്ര ചെയ്തപ്പോഴൊന്നും ഫ്ലെക്സ് ഒന്നും കണ്ടില്ല, ഇവിടെയാണ് വന്നപ്പോഴാണ് കണ്ടത്. അതെന്തെങ്കിലും അവിടെ അങ്ങനെ അത് ചിലപ്പോൾ ഫ്ലെക്സ് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ സമ്മതിച്ചു, ശരി ഫ്ലെക്സ് വയ്ക്കുന്നു, ഞാൻ മുഖ്യാതിഥി, ശരി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ പല സമയത്തും കള്ളവണ്ടി കയറി ഈ മറ്റേ കമ്പാർട്ട്മെന്റുകളിൽ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ സ്ലീപ്പറിലൊക്കെ അങ്ങനെ ടീറ്റ് വരുമ്പോൾ മുങ്ങി നടക്കുക കുറെ നാൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയും അതിൻ്റെ ഒരു അവസരം വന്നാൽ കുറച്ച് റെയിൽവേ സുഹൃത്തുക്കൾ പരിചയപ്പെട്ടിരിക്കുന്ന നല്ലതാണല്ലോ. നമ്മൾ പോലീസിൽ പിടിപ്പിക്കില്ലല്ലോ. ഒന്ന് ഫ്ലക്സിലും റെയിൽവേയിൽ കുറച്ച് സുഹൃത്തുക്കളൊന്ന് പരിചയപ്പെടാനൊക്കെ സമ്മതിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പുലുവാലുമായിട്ട് അബ്രഹാം വരുന്നത്. ജംഷ പിന്നെ എനിക്ക് അവിടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഉണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ അബ്രഹാം ഭയങ്കര ഒരു സംഭവമാണെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ഒരു സുഹൃത്തുക്കൾക്കുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ ഭയങ്കര തമാശക്കാരനാണ്, കുറച്ച് തമാശ പറയും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജംഷ തമാശ പറയണം കേട്ടോ, തമാശ പറയില്ലേ? അപ്പം ഞാൻ പറഞ്ഞു അബ്രഹാം ഞാൻ വരണമെന്ന് തന്നെ അല്ല പറഞ്ഞാൽ മതി, ജംഷയുടെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അത് തമാശയായിക്കോളൂ. ശരി അപ്പോൾ വരാം, അബ്രഹാമിനെ വിഷമിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞു വരാം. അപ്പോഴും ഞാനത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല, വരുന്നു എന്തെങ്കിലും പറയുന്നു പോകുന്നു. പക്ഷെ ഈ തമാശ പറയൽ പിന്നീട് എനിക്ക് എൻ്റെ ഉറക്കം കളഞ്ഞു. അതായത് എപ്പോൾ കണ്ടാലും അതിന് ചില കാര്യകാരണങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല സത്യത്തിൽ. ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിൽ ഇരിക്കണം, അബ്രഹാം റിട്ടയർഡായിട്ട് അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ജെയിംസൊക്കെ നമ്മൾ ഈ തമാശ പറയുന്നതേ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻസ്റ്റയിലോ FB-യിൽ കിടന്നോണ്ട് വരാതുണ്ടോ? അബ്രഹാം ചോദിച്ചു, ഞാൻ പ്രസംഗിക്കുന്നതാണോ? ഞാൻ പ്രസംഗിക്കണമെന്ന് അറിയില്ല. അല്ല അതല്ല, ആ തമാശ പറയുന്ന ചിലർ ചോദിച്ചു എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ ഇട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അബ്രഹാം തമാശ ഞാൻ തമാശ പറയണമെന്ന് നിർബന്ധമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ ആവശ്യമില്ലെന്ന് തോന്നുന്നു, നോക്കാം, ഞാൻ ഷൂട്ട് ചെയ്യൂട്ടാ. ശരി. അപ്പം അത് കഴിഞ്ഞു വിട്ടു. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസമല്ലേ ഈ ഫംഗ്ഷൻ വേറൊരു ദിവസത്തേക്ക് നേരത്തെ അങ്ങോട്ട് വെച്ചിരുന്നു. അപ്പോൾ കഴിയുന്നത് മുങ്ങാൻ നോക്കി എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ അബ്രഹാമും ഭാര്യയും ജീനിയും തമ്മിൽ ഭയങ്കര തർക്കം. അവിടെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഭയങ്കര തർക്കം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്താണ്. അല്ല ജെയിംസ്, ജുബ്ബയാണോ കുർത്തയാണോ നല്ലത്, ഷോർട്ട് കുർത്തയാണോ നല്ലത് ചോദിച്ചു. എന്താ പ്രശ്നം? അല്ല ഈ ജെയിംസ് എന്തായാലും തമാശ പറയുമോ? അപ്പൊ ജെയിംസ് ഞങ്ങളൊരു വസ്ത്രം എടുത്തരാൻ വരികയാണ്, അത് ജുബ്ബയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ജീന ഭാര്യ പറയുന്നു കുർത്തയാണെന്ന്. അതെന്താണ് ജുബ്ബ? അല്ല ഈ ജയറാം മുതലായ ആൾക്കാരൊക്കെ ഈ പട്ടിന് മിക്കറിക്കാരൊക്കെ ജുബ്ബ ഇട്ടിട്ടാണല്ലോ. അപ്പൊ ജുബ്ബ ഇടുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടും തമാശ പറയണം. അപ്പോൾ ഭാര്യ പറയുന്നു. അപ്പൊ ജീന പറഞ്ഞു അതല്ല, ഇപ്പോ ജുബ്ബയിൽ തന്നെ ഷോർട്ട് കുർത്തയാണ്. ഇവര് ഭയങ്കര തർക്കം നടക്കണം. ഞാൻ പറഞ്ഞത് അതുകൊണ്ടിന്റെ ആവശ്യമില്ല അബ്രഹാമത്തിന്റെ കാറില്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാദർ മിസ്റ്റർ ജേക്കബ് വന്നു അവിടെ എൻ്റെ വീട്ടിലേക്ക്. തർക്കം ഞാനും കേട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചോദിച്ചാൽ എന്താണ് തർക്കം? അല്ല ജുബ്ബയുടെ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും വസ്ത്രമിട്ട് വന്നാണല്ലോ. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു ടേപ്പ് എടുക്കുക, ഈ ടൈലർമാരുടെ ഒരു ടേപ്പ്, അതിന്റെ മെഷർമെന്റ് എടുക്കാൻ വന്നിരിക്കുക. അവര് റെഡിമെയ്ഡ് വാങ്ങിക്കാണ് അവർ പോകുന്നത്, അതുകൊണ്ട് വേണം നമുക്ക് തയ്പ്പിക്കാന്ന് പറഞ്ഞു. മിസ്റ്റർ ജയിക്കബ് വന്നിരിക്കുക. ഞാൻ പറഞ്ഞൊന്നും വേണ്ട. അങ്ങനെ എനിക്ക് ഇതിന് തമാശ. അപ്പം ഞാൻ എന്തായാലും ഇനി തമാശ പറയാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തമാശ ആലോചിക്കാൻ തുടങ്ങി. ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ഇന്റർനെറ്റ് തുടങ്ങി, ഇന്റർനെറ്റ് തപ്പി തുടങ്ങി. അപ്പോൾ തമാശകളൊന്നുമില്ല. ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പരിപാടിയിൽ നിന്ന് രക്ഷപ്പെടണം. തമാശ പറഞ്ഞില്ലെങ്കിൽ നാണക്കേടാവും. അബ്രഹാം എന്തൊക്കെ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോകാതിരിക്കാം, ഈ ഫംഗ്ഷന് വരാതില്ല, ഒരു കാരണം ഉണ്ടാക്കാം. അങ്ങനെ ഞാനൊരു കാരണം ഉണ്ടാക്കി. കാരണം
എന്തെങ്കിലും ഒരു അസുഖം പറയാമെന്ന് വെച്ചിട്ടാണ്. അതാണ് ഈ കയ്യിലെ കെട്ട്. സത്യത്തിൽ ഈ കയ്യിൽ കെട്ടിനൊന്നുമില്ല. ഞാനത് അസുഖം എന്ന് പറയുമ്പോൾ വിശ്വസിച്ചില്ല. ഞാൻ ഒരു ദിവസം രാവിലെ എനിക്ക് പറഞ്ഞു എനിക്ക് കൈ ഭയങ്കര പ്രശ്നമാണ്. ആണോ? അപ്പോൾ അബ്രഹാം പറഞ്ഞാൽ കൈ കൊണ്ട് പ്രശ്നമില്ല, കൈ കൊണ്ടല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ കൈ വെച്ചിട്ട് എനിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അബ്രഹാമിൻ്റെ ഫാദർ വന്നിട്ട് എനിക്ക് ഷെയ്ക്കേണ്ട വന്നു. എന്നിട്ട് കയ്യൊന്ന് പിടിച്ചിട്ട് ചിരിച്ചു. കൈ കൊണ്ട് കുഴപ്പമില്ല, 1-ാം തീയതി വരാൻ പറ്റും. അപ്പോൾ അബ്രഹാമിൻ്റെ അമ്മ ലീലാമ്മ പോയിട്ട് ഒരു മിക്സി എടുത്തു വന്നു. അപ്പോൾ സാധാരണ അങ്ങനെ നല്ല സ്ക്രൂ ഒക്കെ മുറുക്കി കൊടുക്കാറ്. പറഞ്ഞു ഇതൊന്ന് മുറുക്കേ. ഞാൻ മിക്സി മുറുക്കി കൊടുത്തു. നമുക്ക് കയ്യിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവർ കുഴപ്പമില്ല, നല്ല 1-ാം തരം കൈയാണ്. അപ്പം കൈ വെച്ചിട്ട് വർക്കാവണില്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു അല്ല അതല്ല അബ്രഹാം, നമുക്ക് വരാൻ പറ്റില്ല, കാർ ഓടിക്കാൻ പറ്റില്ല. ഞാൻ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ യൂബർ വിളിക്കാൻ പറഞ്ഞു. ഞാൻ സിനിമ പറഞ്ഞാൽ യൂബറിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. അത് ശരിയെന്ന് വിചാരിച്ചേട്ടാ, എൻ്റെ കാറാണ്, ഞാൻ നേരത്തെ പോകും ഫംഗ്ഷൻ. അപ്പം എന്ത് ചെയ്യും? പിന്നെ രക്ഷപ്പെട്ടു പോകണ്ടല്ലോ. അപ്പോഴാ വരുന്നു അബ്രഹാമിൻ്റെ ജ്യേഷ്ഠൻ മിസ്റ്റർ കോര. ഞാൻ കൊണ്ടുപോയില്ലേ, എന്തിനാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ സത്യത്തിൽ വന്നത്. അല്ലാണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം തമാശ പറഞ്ഞിട്ട് ജീവിതത്തിന് ആൾക്കാരുടെ ഇടയിൽ മറ്റേ അബ്രഹാമിൻ്റെ പദ്ധതി നടപ്പിലാവില്ലെന്ന് എനിക്ക് അബ്രഹാമിനോട് പറയാം. അങ്ങനെ ഞാനിവിടെ വന്നു, എല്ലാവരും കണ്ടു, ഇത്രയും പറഞ്ഞു. ഇനി അബ്രഹാമിനെ പറ്റി എല്ലാവരും കുറച്ച് പൊക്കിയൊക്കെ പറയുന്നുണ്ട്. അബ്രഹാം ഇപ്പം എന്നോട് രഹസ്യം പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പൊന്നാട എൻ്റെ മാതാവിന് പിതാവിന് പൊന്നാട കൊടുക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയണത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല. ആള് തന്നെ കാശ് കൊടുത്തിട്ടുണ്ടാവും. അതല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഈ നമ്മൾ ചില ആൾക്കാരുടെ വ്യക്തികളുടെ ജീവിതങ്ങൾ, നമ്മൾ ഓരോരുത്തരുടെ ജീവിതവും നമ്മൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. കലാകാരനായിക്കോട്ടെ, തൊഴിലാളികളായിക്കോട്ടെ, ആരെങ്കിലും മാനേജർമാരായാലും അവരവരുടെ പ്രൊഫഷണൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കുക. അവരുടെ കാലഘട്ടം, ആ സാറിന്റെ കാലഘട്ടം, ആ കലാകാരന്റെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിഗ്നേച്ചർ ഉണ്ടാക്കുക. അപ്പൊ അതുപോലെ ഞങ്ങൾ താമസിക്കുന്ന വൈറ്റിലെ ഹബിന്റെ അടുത്ത് ഇപ്പൊ എബ്രഹാം ജേക്കബിന്റെ ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ്, സ്വാതന്ത്ര്യത്തിന് ശേഷം, കോവിഡിന് മുൻപ്, കോവിഡിന് ശേഷം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ അവിടെ പറയുന്നത് അബ്രഹാം ജേക്കബ് റിട്ടയർമെന്റിന് മുൻപുള്ള കാലഘട്ടം, അതിന് ശേഷമുള്ള കാലഘട്ടം. അതായത് മുൻപുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചില ദിവസങ്ങളിൽ നമ്മളെ ചില പാത്രങ്ങൾ വീഴുന്ന ശബ്ദം ഉണർത്തും. നമ്മൾ എത്ര എന്തായാലും ഒരു 5-5:30 ആകുമ്പോൾ നമ്മൾ ചാടി എണീക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറെ ദിവസങ്ങൾക്ക് ശേഷം അന്വേഷിച്ചപ്പോൾ എബ്രഹാമിന് അന്ന് രാവിലെയാണ് ഡ്യൂട്ടി. അദ്ദേഹം വളരെ 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 കുടുംബസ്നേഹിയാണ് അദ്ദേഹം. അപ്പോൾ അതിരാവിലെ പ്രായമായിട്ടുള്ള ആൾക്കാരെയും സ്നേഹനിധിയായ ഭാര്യയെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ട് വളരെ രഹസ്യമായി വീട്ടിൽ നിന്ന് എണീറ്റ് വളരെ പതുക്കെ അടുക്കളയിൽ വരും. ആരും എണീറ്റിട്ടില്ല. ഒരു 4-5 മണിയാകുമ്പോൾ അദ്ദേഹം വരും. പക്ഷെ അദ്ദേഹത്തിന് അടുക്കള അത്ര വശമില്ല. പക്ഷെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അടുക്കളയിൽ പണി ചെയ്യാൻ തുടങ്ങും, ആരും ഉണർത്താതെ. പക്ഷെ അദ്ദേഹത്തിന് കയ്യിൽ എന്തെങ്കിലും പാത്രം തട്ടി വീഴും. പിന്നെ അടുത്ത കാഴ്ച കാണുന്നത് അദ്ദേഹം അടുക്കളയിൽ ഭയങ്കര പണികളും അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കള്, അദ്ദേഹത്തിന്റെ പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. കാരണം ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല അബ്രഹാം. കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് അടുക്കള ആകെ വിപ്ലവകരമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും. ആ ഭക്ഷണം ആർക്കും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. അതായിരുന്നു അബ്രഹാം റിട്ടയർമെന്റിന് മുമ്പുള്ള കാലഘട്ടം. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിട്ടയർമെന്റ് ആയല്ലോ. ഇപ്പൊ ഈ സദാസമയം ഉണ്ടല്ലോ. മറ്റത് വല്ലപ്പോഴും ഒരിക്കലും രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാ ദിവസവും അദ്ദേഹം അടുക്കളയിൽ കയറുന്നുണ്ട്. ഊർജ്ജസ്വലനായ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവാണെന്ന് ആൾക്കാരെ അറിയിക്കാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടുകാർ മാത്രമല്ല, ഞങ്ങളെല്ലാ നാട്ടുകാരും ആ അസോസിയേഷനിലെ എല്ലാവരും രാവിലെ എണീറ്റ് പുറത്തേക്ക് ഇരിക്കുന്നുണ്ട്. അബ്രഹാം അടുക്കളയിൽ കയറി ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ വീട്ടിനകത്തേക്ക് പോകുന്നത്. അങ്ങനെ 2 കാലഘട്ടമാണ് അബ്രഹാമിന്റെ റിട്ടയർമെന്റിന് മുൻപും ശേഷം എന്ന് പറഞ്ഞ് വൈറ്റിലെ വാസികൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ പലരും ഇവിടെ പറയുന്നു അബ്രഹാം വളരെ ആപത്കരമായ ഒരു തീരുമാനമാണ് എടുത്തത് എന്നൊക്കെ ഉള്ളത്. ഇപ്പോഴല്ല, പലരും സൂചിപ്പിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും മനുഷ്യരെല്ലാവരും സേഫർ സോണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരു സർക്കാർ ജോലി കിട്ടിയാൽ അത് മതി, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലി കിട്ടിയാൽ അത് മതി. ആ സേഫ് സോണിൽ നമ്മളത് പൊക്കോളും. ഒരു മാസം
എല്ലാ മാസം അവസാനം നമുക്ക് പൈസ കിട്ടും. ആ സേഫർ സോൺ വിടാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ജീവിതത്തിൽ ശമ്പളം മാത്രമല്ല, ജോലി മാത്രമല്ല, പലതരം സേഫർ സോണുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ അബ്രാഹിമിനെ ഇത്രയൊക്കെ പറഞ്ഞു ഞാൻ ബഹുമാനിക്കുന്നത് ആ സേഫർ സോൺ എന്ന് പറയുന്നത് അത് വിട്ടിട്ട് ജീവിതം പല രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് ധൈര്യപൂർവ്വം വന്ന ഒരാളാണ് മിസ്റ്റർ അബ്രാഹം. അദ്ദേഹത്തിന് ഞാൻ ആളോട് പറഞ്ഞു കുറേ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ഞാനൊക്കെ അങ്ങനെ ഞാൻ ഈ സേഫർ സോൺ എന്ന് പറയുന്ന പോലെയുള്ള സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് ഈ ജോലി ഇല്ലാത്തൊരു വ്യക്തിയെ സൊസൈറ്റിയിൽ അത്ര വലിയ സന്തോഷത്തിലല്ല ആൾക്കാർ എടുക്കുക. അപ്പൊ കയ്യിലുണ്ടായിരുന്ന അത്യാവശ്യം നല്ലൊരു ജോലി വിട്ടിട്ട് ഇനി ജോലി അന്വേഷിക്കണമല്ലോ, സെക്കൻഡ് ഒരു ലൈഫിന്റെ വേറൊരു ഫേസ് തുടങ്ങണം. അതിന് ധൈര്യം കാട്ടി അദ്ദേഹം മുന്നോട്ട് വന്നതിനും അതിന് സപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ ഫാമിലിക്കും, ഭാര്യ, മക്കള്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എല്ലാവരോടും വളരെയധികം ബഹുമാനത്തോട് കൂടിയിട്ട് ആണ് എനിക്ക് അവരെ ഈ കാര്യത്തിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും അത്രയൊക്കെ തന്നെയുള്ളൂ കാര്യങ്ങൾ. നിങ്ങളെല്ലാവരോടും സന്തോഷം കണ്ടതിൽ. ഞാൻ റെയിൽവേയിൽ ടിക്കറ്റിലാണ് എന്നെ കാണുമ്പോൾ ദയവ് ചെയ്തു പോലീസിൽ പിടിപ്പിക്കാതെ എവിടെയെങ്കിലും ഭദ്രമായിട്ട് തന്നെ എത്തിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. ശ്രീ ജെയിംസ് അദ്ദേഹം നർമ്മത്തിനായി ഇന്റർനെറ്റിലും മറ്റുമെല്ലാം തിരഞ്ഞെന്ന് അത് ലഭിച്ചില്ലെന്നും പറയുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളെയെല്ലാം നാം നർമ്മത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുകയാണ്. നന്ദി സർ. അടുത്തതായി, ജീവകാരുണ്യ പ്രവർത്തനം ഒരു ബാധ്യതയായോ അല്ലെങ്കിൽ ഒരു പ്രദർശനമായോ നടത്തേണ്ടതില്ല എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ വർത്തമാന കാലത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് നമ്മിൽ പലരെയും സ്വയം ഓർമ്മിപ്പിക്കേണ്ട ഒരു ആവശ്യം പലപ്പോഴുമുണ്ട്. അത് മറന്നു പോകാതിരിക്കാൻ നാം നമ്മുടെ സഹജീവികളോടുള്ള കടമകൾ നിർവഹിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്ന ഒരു പക്ഷവും നമ്മുടെ കൂടെയുണ്ട്. ഏതായാലും ഗുരുവായൂരിൽ നമ്മെ എല്ലാം സഹായിച്ചിരുന്ന ശ്രീ ജിത്തു സുരേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിനായി എറണാകുളം ട്രെയിൻ മാനേജർമാർ സമാഹരിച്ചത് അതെത്രയായാലും അത് അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ സുരേഷിന് കൈമാറാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. We know that in every railway station there is a replica of India. In our depot, Ernakulam Junction also, there are so many people from other states, especially from UP, Bihar, Rajasthan, etc. Our friends from other states also taking part in this charity പ്രവർത്തനങ്ങളിലെല്ലാം അവരെല്ലാം ഉണ്ട്. അവരുടെ പ്രതിനിധി ശ്രീ DC ശരണെ നമ്മൾ സഹായിച്ച സഹായം കൈമാറുന്നതിനായി ക്ഷണിക്കുന്നു. അതോടൊപ്പം ശ്രീ സുരേഷ്. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ വീഴ്ചകൾ അത് പലപ്പോഴും നമുക്ക് ചെറുതായി തോന്നാമെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് നമ്മയെല്ലാം വീഴ്ത്തുന്ന ഒരു ബാധ്യതയായി മാറാറുണ്ട്. ഈ കൈമാറൽ ഇതാർക്കെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലും ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമാവുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. നന്ദി.